ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങനൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മുളക് തൈര് കറി. വ്യത്യസ്തമായ രീതിയിലാണ് ഈ മുളക് തൈര് കറി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് നല്ല പുളിയുള്ള കട്ട തൈര് 500 ml ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഒരു 10-20 ചെറിയ ഉള്ളി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർക്കാം. അര ടേബിൾ സ്പൂണ് ജീരകം, ചെറിയ ജീരകം, ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി. ഇത് ചേർത്ത് നന്നായി ഒന്ന് ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കൊരു 7 പച്ചമുളക് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് നമുക്കൊന്ന് നടുവേ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കാം. കട്ടായി പോകരുത്. ഇനി ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു മൺചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് നേരത്തെ നമ്മൾ കീറി വെച്ച ഒരു പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് നന്നായിട്ട് വഴണ്ട് വരണ്ട, ഒരു മീഡിയം ലെവലായാൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ കളറൊക്കെ ഒരു നല്ല ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും ഇതിൻ്റെ മർമ്മപ്രധാനമായ ഐറ്റം എന്ന് പറഞ്ഞാൽ മല്ലിയിലയാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂണ് മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില 1/4 ടീസ്പൂണല്ല, 1/4 കപ്പ് ആണ്. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച തൈര് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത തൈരാണ്. ഒരു കാരണവശാലും വെള്ളം ചേർക്കരുത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കരുത്. ഒരു തവി കൊണ്ട് 1-2 വട്ടം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. തൈര് ഒരുപാട് തിളപ്പിക്കരുത്. ഇളക്കി എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് തൈര് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എത്ര പെട്ടെന്നറിയാം നമ്മളിത് തയ്യാറാക്കിയത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ മാത്രമല്ല, കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയും ഈ മുളക് തൈര് കറി നല്ല അന്യായമായ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. See you.